ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്ന് നോക്കാം. ലേറ്റ് നൈറ്റ് തോട്ട് ഓഫ് യുവർ പേഴ്സൺ. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. സൗണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടാവും, ത്രോട്ട് ഇൻഫെക്ഷനാണ്. ഓക്കെ, അപ്പോൾ ലേറ്റ് നൈറ്റ് തോട്ട് ഓഫ് യുവർ പേഴ്സൺ എന്താണെന്ന് നോക്കാം. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക. അയാളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. അയാളുടെ മനസ്സിലല്ല, നിങ്ങളുടെ മനസ്സിൽ അയാളുടെ പേരും മുഖവും ഓർത്തുകൊണ്ടിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസണേറ്റ് ആവത്തില്ല. പറയുന്ന സാഹചര്യങ്ങൾ നിങ്ങളുമായിട്ട് സെയിം ആണെങ്കിൽ മാത്രം അതെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക കേട്ടോ. പിന്നെ ഇതെപ്പോഴാണോ നിങ്ങൾ കേൾക്കുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് വാലിഡ് ആവുന്നത്. അതിൻ്റെ തലേദിവസത്തെ ലേറ്റ് നൈറ്റ് തോട്ടായിട്ട് നിങ്ങളിതിനെ പരിഗണിക്കണം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഹീറോ ഓഫ് എൻഡിൻ്റെ കാർഡാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു റീയൂണിയനിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു കല്യാണത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുക. ഇതിനകത്ത് കുറച്ച് മീനിങ്സ് പറഞ്ഞുതരാം. ഇതൊരു ട്രഡീഷണൽ കല്യാണം എന്നൊരു സങ്കല്പമുണ്ട്. 2, വിവാഹമോചനം എന്നൊരു സങ്കല്പമുണ്ട്. 3, ഇപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള റിലേഷൻഷിപ്പുകളാണ്. ഇപ്പോൾ ജാതി വ്യത്യാസമോ മതവ്യത്യാസമോ പ്രായ വ്യത്യാസമോ സോഷ്യൽ സ്റ്റേറ്റസ് വ്യത്യാസമോ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, അതായത് കല്യാണം കഴിക്കാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വന്ന് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നായാലും വിചാരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ്, ചെയ്യുന്നത് ശരിയല്ല എന്നായാലും വിചാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇനി റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിച്ചിട്ട് സെപ്പറേഷന് നിൽക്കുന്ന ആളുകളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിവോഴ്സിനെ കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇനി കല്യാണം കഴിക്കാൻ പറ്റുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അതൊരു കല്യാണം വേണമെന്നാണ് അതിൽ ആഗ്രഹിക്കുന്നത്. അതാണ് ഹീറോ ഓഫ് എൻഡിൻ്റെ കാർഡ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഇടയ്ക്ക് ആരെങ്കിലും ഒരു മധ്യസ്ഥനെ നിർത്തിക്കൊണ്ട് റിലേഷൻഷിപ്പിനെ ഒന്ന് പാച്ചപ്പാക്കാൻ പറ്റുമോ എന്നൊക്കെ അയാളെ ശ്രമിക്കുന്നതായിട്ട്, അയാൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് 2 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് വെച്ച് നോക്കുക, നിങ്ങളുമായിട്ടുള്ള പഴയ ചാറ്റ്സ് സെർച്ച് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ ഏതെല്ലാം പ്ലാറ്റ്ഫോംസിൽ നിങ്ങളുണ്ടോ അവിടെയെല്ലാം അയാൾ നിങ്ങളെ സെർച്ച് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. 2 ഓഫ് വാണ്ട്സ് പറയുന്നത് നിങ്ങളെ സെർച്ച് ചെയ്യാമെന്നാണ്, നിങ്ങളെക്കുറിച്ചുള്ള വേറെ ബോർഡ്സ് തേടുക എന്നാണ്. അപ്പോൾ അയാൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ദെൻ എംപ്രസ് ആണ്. നിങ്ങളെ വാല്യൂ ചെയ്യുന്നു. നിങ്ങളെന്ന ആ ഫെമിനിൻ എനർജീനെ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുന്നത് ലേഡീസ് ആണെങ്കിൽ നിങ്ങളുടെ ഫെമിനിനിറ്റിയെ അയാൾ വാല്യൂ ചെയ്യുന്നു. കാണുന്നത് ജെൻസ് ആണെങ്കിൽ നിങ്ങൾക്കുള്ളിലുണ്ടായിരുന്ന ഒരു ഫെമിനിനിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ അവരെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നുള്ളതിനെ അവർ വാല്യൂ ചെയ്യുന്നു എന്നാണ്. നിങ്ങളെക്കുറിച്ച് വളരെ ഒബ്സസീവായിട്ട് കാണുന്നു. നിങ്ങൾ പോയപ്പോഴാണ് നിങ്ങളുടെ മൂല്യം മനസ്സിലായതെന്നൊക്കെ വിചാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു ഫിസിക്കൽ ഇൻറ്റിമസി ഒക്കെ ഉള്ള റിലേഷൻഷിപ്പ് പോലെയാണ് കാണുന്നത്. എംപ്രസ് എനർജി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന നല്ല നല്ല നിമിഷങ്ങളെക്കുറിച്ച് അയാൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെ ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു വുമണാണ്, നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് നിങ്ങളെക്കുറിച്ച് അയാൾ വിചാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ടെമ്പറൻസ് ആണ്. കോംപ്രമൈസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുണ്ടായിരുന്ന സമയത്ത് അയാൾക്ക് ഒരു പഴയ അയാളും ഒരു പുതിയ അയാളും ഉണ്ട്. അതായത് ഈ പറയുന്ന അയാളും മീൻസ് ആണാകാം പെണ്ണാകാം കേട്ടോ. പഴയ ഉണ്ടായിരുന്ന, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരാളും റിലേഷൻഷിപ്പിന് ശേഷമുള്ള ഒരാളും ഉണ്ട്. അപ്പം നിലവിൽ അയാൾ ഒരു മിക്സിങ് അപ്പ് ഓഫ് ഓൾഡ് ആൻഡ് ന്യൂ ആണ്. അയാളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അയാളിൽ ഒരുപാട് പരിവർത്തനം വരുത്തിയ ആളാണ് നിങ്ങൾ വന്നതിന് ശേഷം അയാളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നതായിട്ട് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ മിസ് ചെയ്യാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. ഒരു ബാലൻസ് വേണം, ഒരു കോംപ്രമൈസ് വേണം എന്നാണ് ഇയാൾ ആഗ്രഹിക്കുന്നത്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കൊടുത്തിട്ട് റിലേഷൻഷിപ്പിനെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അയാൾക്ക് പറ്റുന്നില്ല എന്നാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അയാൾക്ക് കുറേ നിയന്ത്രണങ്ങൾ അയാളെ തന്നെ നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ്. അയാൾ വിട്ടുതരാൻ, സ്നേഹമാണെങ്കിലും ഒന്നും നിങ്ങൾക്ക് വിട്ടുതരാൻ അയാൾ തയ്യാറല്ല. നിങ്ങളോടെല്ലാം ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. അയാൾക്ക് നിങ്ങളറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ അയാൾ സൂക്ഷിക്കുന്നുണ്ട്. അയാൾ അതൊന്നും വിട്ടുതരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പിന്നെ അയാൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു. അയാൾ ഫിനാൻഷ്യലി ബേർഡൻഡ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അയാൾ മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റിയെ നിങ്ങളിലേക്ക് പൂർണ്ണമായും വിട്ടുതരാൻ തയ്യാറല്ല. ഏസ് ഓഫ് വാണ്ട്സ്, അയാൾ ചിലപ്പോൾ അയാളുടെ ഒരു പുതിയ കർമ്മ മേഖലയിലേക്ക് പോയിട്ടുണ്ടാവും. പുതിയൊരു
അത് പുതിയ കർമ്മമേഖല മീൻസ് പുതിയൊരു ജോബായിരിക്കാം, അല്ലെങ്കിൽ അയാൾ പുതിയൊരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊരു കാർമികമായിട്ടുള്ള പാത്തിലേക്കാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവിടെ സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളതുകൊണ്ടായിരിക്കും സെപ്പറേഷൻ ഫേസ് വല്ലാതെ സ്ട്രഗ്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ദെൻ ചാരിയറ്റാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളിൽ കുറേ പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ ഫേസിനെ നിങ്ങൾ ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിരിക്കും എങ്കിൽ പോലും അതിൽ നിന്ന് കുറേ പാഠങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആ പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക. അപ്പോൾ പാഠം ഉൾക്കൊള്ളുന്ന സമയത്ത് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഇയാൾ ശരിക്കും ഇനി ഒരിക്കലും പറ്റില്ല എന്നായിരിക്കും വിചാരിച്ച് വെച്ചിരുന്നത്. നിങ്ങളുടെ ഒരു റീയൂണിയൻ ഒന്നും ഒരിക്കലും പോസിബിൾ ആവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അയാൾക്ക് തോന്നുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരണം, നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു വിൽ പവർ കൊണ്ട് അയാൾ വരണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ദെൻ 2 ഓഫ് കപ്സ് ആണ്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളായിട്ട് റീയൂണിയൻ ശരിക്കും അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം. പാർട്ട്ണർഷിപ്പ്, അതായത് റിലേഷൻഷിപ്പിലെ പാർട്ട്ണർഷിപ്പിന് നിങ്ങൾ രണ്ടുപേരും വർത്ത് എനഫ് ടു ലവ് ആണ്. അതുപോലെ ഒരു ഈക്വിലിബ്രിയം വേണം, ഒരു ബാലൻസ് വേണം എന്നാണ് വീണ്ടും അയാൾ ആഗ്രഹിക്കുന്ന, ഒരു യൂണിയൻ അയാൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ സോൾമേറ്റ്സ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ശരിയാണ്, ഫിസിക്കൽ ഇൻറ്റിമസി ഒക്കെ ഉള്ള റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് കാണുന്നത്. മേ ബി ഇത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ, അല്ലെങ്കിൽ ലിവിങ് ടുഗദറായിട്ട് ജീവിച്ചിരുന്നവരായിരിക്കാം, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായിരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പുള്ള മറ്റ് റിലേഷൻഷിപ്പുകളാകും. എന്തായാലും ഇതൊരു ഫാമിലി റിയൂണിയൻ്റെ കാർഡാണ്. ഫാമിലി പോലെ ആയിരുന്ന നിങ്ങൾ വീണ്ടും പഴയതുപോലെ ആവണമെന്നല്ല ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അയാൾക്ക് ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടും നിങ്ങൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് സോർഡ്സ് ആണ്. അയാൾ നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെ അയാൾ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. 6 ഓഫ് സോർഡ്സ്, അയാൾ ശരിക്കും അയാളുടെ ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ ലൈഫിൽ അയാൾ ഭയങ്കര ഹെക്റ്റിക്കായിട്ടാണ് ഇരിക്കുന്നത്. അയാൾ ഭയങ്കരമായിട്ട് സ്ട്രഗ്ലിംഗ് ആണ്. അപ്പോൾ അവിടെ നിന്നൊരു സമാധാനം ഉള്ളിടത്തേക്ക്, അതായത് നിങ്ങളിലേക്ക് വന്ന് ചേരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങളിലേക്ക് തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അയാൾ അവിടെ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോയതായിട്ട് കാണുന്നുണ്ട്. അത് ഏസ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് മേ ബി അയാളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം. ആ കാർമിക് സിറ്റുവേഷൻ നിൽക്കുന്നത് കൊണ്ടായിരുന്നു നിങ്ങളിലേക്ക് വരാനൊരു മടി അയാൾക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം അയാൾക്ക് വരണമെന്ന് ആഗ്രഹമുള്ളതായിട്ടും നിങ്ങളിലേക്ക് തന്നെ വരണം, നിങ്ങളുടെ ഫാമിലി റിയൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടുമാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലൈറ്റ് നൈറ്റ് തോട്ട് ഓഫ് യുവർ പേഴ്സൺ എന്ന് പറയുന്നത്. ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.